بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. ഖലഖൽ ഇൻസാന മിൻ അലഖ മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. ഇഖ്റഅ വറബ്ബുകൽ അക്രം നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. അല്ലദീ അല്ലമ ബിൽ ഖലം പേന കൊണ്ട് പഠിപ്പിച്ചവൻ. അല്ലമൽ ഇൻസാന മാ ലം യഅലം മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ നിസ്സംശയം മനുഷ്യൻ ധിക്കാരിയായിത്തീരുന്നു. അർറആഹു ഇസ്തഗ്നാ തന്നെ സ്വയം പര്യാപ്തനായി കണ്ടതിനാൽ. ഇന്ന ഇലാ റബ്ബിക റുജ്ആ തീർച്ചയായും നിന്റെ രക്ഷിതാവിലേക്കാണ് മടക്കം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ ബാറകത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൗമ തജിദു കുല്ലു നഫ്സിൻ ബിമാ അമിലത് തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദ വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹ വല്ലാഹു റഊഫും ബിൽ ഇബാദ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, വർജിക്കേണ്ട ദുർഗുണങ്ങൾ എന്ന തലക്കെട്ടിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഏതാനും സമയം നമ്മൾ അറിവിൻ്റെ മജ്ലിസുമായി ബന്ധപ്പെടുന്നത്. മഹാനായ അബൂ ഉദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഞാൻ റസൂലുള്ളാഹിനോട് എന്തെല്ലാം ചെയ്യണമെന്ന് അഥവാ നിർബന്ധമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചറിയുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ പാടില്ലാത്തത് എന്താണ് എന്നാണ് ചോദിക്കാറുണ്ടായിരുന്നത്. ഇതുപോലെയാണ് നമ്മളുടെ വിഷയം. എന്തെല്ലാം ചെയ്യണം എന്ന് ചർച്ച ചെയ്യുന്നതിന് പകരം ചെയ്യാൻ പാടില്ലാത്തത് എന്ത് എന്ന ചിന്തയാണ് നമ്മളെ സ്വാധീനിക്കേണ്ടത്. ഇതിന് നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകമെന്ത് എന്നതാണ് ഒന്നാമത്തെ വിഷയം. ഒരു കാര്യം നിരോധിക്കപ്പെട്ട നിഷിദ്ധമായത് ചെയ്യാതിരിക്കണമെങ്കിൽ ഒരു ഫോഴ്സ് വേണം. ട്രാഫിക് നിയമം നമ്മൾ പാലിക്കണമെങ്കിൽ വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്ക് ഒരു ഭയം, ഒരു പേടി വേണം. അത് ലംഘിച്ചാൽ പണിഷ്മെൻ്റ് വരും എന്നാണ്. ഒരു വിദ്യാർത്ഥി ക്ലാസ്സിൽ ഒതുങ്ങിയിരിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളുണ്ട്. അച്ചടക്ക ലംഘനം നടത്തിയാൽ അധ്യാപകൻ പണിഷ്മെൻ്റ് ചെയ്യും എന്നതാണ്. ഫാക്ടറിയിലെ തൊഴിലാളിയെ കൃത്യമായ ജോലിക്ക് പ്രേരിപ്പിക്കുന്നത് തൊഴിലിൽ അമാന്തത കാണിച്ചാൽ ശമ്പളം കട്ട് ചെയ്യും, ഒരുപക്ഷേ തൊഴിൽ തന്നെ നഷ്ടപ്പെടും എന്ന ഭയമാണ് അയാൾ കൃത്യനിഷ്ഠതയ്ക്ക് അതുപോലെ തന്നെ ഭാരമേറിയ ജോലി ചെയ്യാൻ അയാളെ നിർബന്ധിക്കുന്നത്. അപ്പോൾ ഏതൊരു കാര്യത്തിനും നമുക്ക് ചെയ്യാതിരിക്കാൻ എന്തോ ഒരു ഫോഴ്സ്, അതിന് പ്രേരണ നൽകുന്ന ഒരു ഘടകം ആവശ്യമാണ്. അതെന്താണ്?
അറിയുകയും അത് നമ്മെ നന്നായി സ്വാധീനിക്കുകയും ചെയ്താൽ ബാക്കി കാര്യങ്ങൾ വളരെ എളുപ്പമാണ് ജീവിതത്തിൽ നിന്ന് വർജിക്കുക, എടുത്തെറിയുക എന്നത്. അതിന് ഖുർആൻ ശക്തമായ താക്കീതാണ് ചെയ്യുന്നത്. നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ, പരലോകത്തിൽ വരാൻ പോകുന്ന ശക്തമായ ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പും താക്കീതും ചെയ്യുന്നു. അതവൻ്റെ മനസ്സിനെ സ്വാധീനിക്കുമ്പോൾ മറ്റൊരാളുടെ നിർബന്ധമില്ലാതെ സ്വയം തന്നെ ആ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ അവൻ തയ്യാറാവും. ഇതായിരുന്നു വയറ്റിലെത്തിയ കള്ള് വായിൽ കൈയിട്ട് ഛർദ്ദിക്കാൻ പ്രേരിപ്പിച്ചത്. ആരും മണത്തു നോക്കാനില്ല. ടെസ്റ്റ് ചെയ്തുകൊണ്ട് ബ്ലഡ് പരിശോധിച്ച് ആമാശയും കള്ള് നിറഞ്ഞതാണ് എന്ന് കുറിപ്പെഴുതാനും ആരുമില്ല. പക്ഷേ ആമാശയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അതിലപ്പുറത്തുള്ളതും അറിയുന്നവനായ അള്ളാഹുവിനെക്കുറിച്ചുള്ള തികഞ്ഞ വിശ്വാസം, അപ്പോൾ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിൽ അത്തരം നിഷിദ്ധങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് അയാൾ പ്രതിജ്ഞ ചെയ്യുകയും ഉണ്ട് എന്ന് അയാൾക്ക് തോന്നുന്നത് മുഴുവനും ഛർദ്ദിച്ചൊഴിവാക്കുകയും ചെയ്യും. അപ്പോൾ എങ്ങനെ ഒരു തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാൻ കഴിയും? ആ വിഷയമാണ് നമ്മൾ ആധികാരികമായി വിചിന്തനം നടത്തേണ്ടത്. ഖുർആൻ ചെയ്യുന്ന താക്കീത് കൊണ്ട് അത് ഫലവത്താവും എന്നതിൻ്റെ ഉദാഹരണവും സൂചനയുമാണ് ഞാൻ കള്ള് കൊണ്ട് സൂചിപ്പിച്ചത്. ഇതുപോലെ തന്നെയാണ്, നോക്കൂ നിങ്ങൾ, വമിൻ ഫൗഖിഹിം ലുലലും മിനൻ നാരി വമിൻ തഹ്തിഹിം ലുലൽ ذلك يخوف الله به عباده يا عبادي فاتقون. ശക്തമായ താക്കീത് കൊണ്ട് അള്ളാഹു മനുഷ്യനെ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുവാൻ അവനെ കൽപ്പുറ്റവനമാക്കുന്നു എന്നതാണ് പ്രധാന വിഷയം. അങ്ങനെയുള്ള താക്കീതുകൾ എന്തൊക്കെ, അത് നമ്മളെങ്ങനെ സ്വാധീനിക്കുന്നുണ്ട് എന്ന ഒരു താരതമ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ തുടങ്ങുന്നത്. അർത്ഥം, മുകളിലും ശക്തമായ നരകം തീ, അടിയിലും ശക്തമായ നരകം, കിടക്കാനും പുതക്കാനും മേൽഭാഗത്തും അടിഭാഗത്തും ശക്തമായ ചൂടുള്ള നരകമാകുന്നു നിങ്ങൾക്കുള്ളത്. നമ്മൾ ബേക്കിംഗ് ചെയ്യാറുണ്ട്. മുകളിലെ തട്ടിലും തീ വെക്കും, അടിയിലെ തട്ടിലും വെക്കും. രണ്ട് ഭാഗം ഒരേ സമയത്ത് നമുക്ക് പാകമായി കിട്ടാൻ വേണ്ടി മറിച്ചിടേണ്ടതില്ല. ഈ രീതി അതിൻ്റെ 100 ഇരട്ടി ചൂടുള്ള ഒരു നരകത്തിൻ്റെ നടുവിലാണ് മുകളിലും അടിയിലും നിന്നെ കത്തിച്ചുകൊണ്ട് അതിൻ്റെ നടുവിൽ കിടക്കേണ്ടി വരും എന്ന് അള്ളാഹു പറയുമ്പോൾ, ذَلِكَ يُخَوِّفُ اللَّهُ, എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇബാദി, എൻ്റെ അടിമകളെ ഞാനിതാ ഭയപ്പെടുത്തുന്നു, ബിഹി, ആ നരകം കൊണ്ട്. ആ ഭയം ഉള്ളിൽ തട്ടുക എന്നതാണ് വർജിക്കേണ്ട വർജ്യമായ കുറ്റങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ നമുക്ക് പ്രേരണ നൽകുന്നത്. അപ്പോൾ നരകം കൊണ്ടുള്ള നിറഞ്ഞു നിൽക്കുന്ന താക്കീതുകളാണ് നമ്മെ സ്വാധീനിക്കേണ്ടത്. ذَلِكَ يُخَوِّفُ اللَّهُ بِهِ يَا عِبَادِ فَاتَّقُونِ. അടിമകളെ, നിങ്ങൾ എന്നെ ഭയപ്പെടണം. ഞാൻ തമാശ പറയുന്നവനല്ല, അതിശയോക്തി പറയുന്നവനുമല്ല, ഇല്ലാത്തത് പെരിപ്പിച്ച് ഭയപ്പെടുത്തുകയുമില്ല. പിന്നെയോ വമാ ഹുവ ബിൽ ഹസിൽ, തമാശയല്ല അത്. ഇന്ന വഅദല്ലാഹി ഹഖ്, 100% അത് സത്യം മാത്രമാണ് എന്ന ചിന്ത ഈ ആയത്ത് നമ്മെ എങ്ങനെ ബാധിക്കുന്നു, നമ്മെ എങ്ങനെ സ്വാധീനിക്കുന്നു? അതാണ് വർജ്യ വസ്തുക്കളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ നമ്മെ കൽപ്പുള്ളവനാക്കുന്നത്. രോഗം വരുമ്പോൾ മാത്രമല്ല വീടിയിൽ നിന്ന്, സിഗരറ്റിൽ നിന്ന്, കള്ളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ അവനെ പ്രേരിപ്പിക്കുന്നത്. ശക്തമായ പേശി തന്തുക്കളുള്ള
ബലവത്തായ ചിന്താശേഷിയുള്ള, അതുപോലെ തന്നെ ശരീരമെല്ലാം തന്നെയും കുതിരശക്തിയിൽ ഓടുമ്പോൾ തന്നെ ആ തിന്മയോട് അത്യാഗ്രഹമുള്ളതോടുകൂടെ അതിനെ വർജിക്കുവാനും ത്യജിക്കുവാനും അകന്നിൽ നിന്ന് അകന്നു നിൽക്കുവാനും അവനെ പ്രേരിപ്പിക്കുന്ന ഘടകം ഇതാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ ഇത്തരം താക്കീതുകൾ നിറഞ്ഞു നിൽക്കുന്നു. ഇത് മാത്രമാണ് മനുഷ്യ സംസ്കരണത്തിന് ഉതകുന്ന വഴി എന്നാണ്. ഒരായത്ത് നമ്മൾ കേട്ടു. രണ്ടാമത്തെ ഒരായത്തും കൂടി നോക്കൂ. അലാ യളുന്നു ഉലൈക അന്നഹും മബ്ഊസൂന ലിയൗമിൻ അളീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. എന്താ കച്ചവടക്കാർ വിചാരിച്ചത്? ഒരു കൊല്ലത്തെ മുതൽ മുടക്കിയത് ലക്ഷക്കണക്കിന്, ഒരു കൊല്ലത്തെ ബിസിനസ് കൊണ്ട് തന്നെ ആ മുഴുവനും സംഖ്യ തനിച്ച് കിട്ടണമെന്നാണല്ലോ കച്ചവടക്കാർ വിചാരിക്കുന്നത്. 10 കൊല്ലം കൊണ്ട് തിരിച്ചു കിട്ടേണ്ട മുതൽ ഒരു കൊല്ലം കൊണ്ട് തന്നെ ലാഭകരമായി മാറിയാൽ അതാണല്ലോ കച്ചവടത്തിലെ ലാഭം എന്ന് ചിന്തിക്കുമ്പോഴാണ് വഴിവിട്ട നിഷിദ്ധമായ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടി വരുന്നത്. അപ്പം ലാഭക്കൊതി, അത്യാഗ്രഹം മനുഷ്യനെ വഴിവിട്ട് ചിന്തിക്കുന്നു. അപ്പോൾ ഖുർആൻ ശക്തമായ ഒരു പണിഷ്മെൻറ്റിൻ്റെ ചിന്ത. എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത്? അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങളെ കൊണ്ടുവരും, അവൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ചുള്ള ചിന്ത എന്താണ്? യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. ആ ഭയങ്കര ദിവസത്തിൽ റബ്ബിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമെന്ന പേടി അവർക്കില്ലേ എന്ന ചോദ്യം ഉള്ളിൽ തട്ടിയപ്പോൾ സത്യമായി അവർ നനഞ്ഞ ഭാഗം പുറത്തേക്ക്, അത് ഇന്നലത്തെ ഭക്ഷണമാണ്, ഇന്നലെ ചുട്ട പൊറാട്ടയാണ്, ഇന്നലെയുണ്ടാക്കിയ നെയ്യപ്പമാണ്, ഇഷ്ടമുണ്ടെങ്കിൽ കഴിച്ചാൽ മതി എന്ന കൃത്യമായ സത്യസന്ധമായ പരസ്യം ചെയ്യുന്നവരായി മാറും. അപ്പോൾ ലാഭകരമായ ഒരു മേഖല, പക്ഷേ അത് നിഷിദ്ധമാണ്. ആ നിഷിദ്ധമായതിൽ നിന്ന് അകന്നു നിൽക്കുവാൻ, കുറ്റകരമായ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എണ്ണി പറഞ്ഞതുകൊണ്ട് ഒരിക്കലും അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. എന്നാൽ കുറ്റത്തിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ നമ്മെ സ്വാധീനിക്കേണ്ട ഉൾശക്തി എന്ത്, ആ ഫോഴ്സ് എന്താണ്? അതാണ് രണ്ടാമത്തേത്, റബ്ബിൻ്റെ മുമ്പിൽ എഴുന്നേൽറ്റ് നിൽക്കേണ്ടി വരും എന്ന് പറയും. പലിശ വാങ്ങുന്ന ഒരുത്തനെ പലിശയിൽ നിന്ന് മോചിപ്പിക്കാൻ എന്ത് ചെയ്യണം? പലിശ നിഷിദ്ധമാണ്, പാവപ്പെട്ടവൻ്റെ ചൂഷണമാണ്, അവൻ്റെ രക്തമാണ്, മജ്ജയാണ് എന്നൊക്കെ പ്രസംഗിച്ചത് കൊണ്ട് എന്താണ്? ഇല്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ റബ്ബുമായുള്ള സമരമാണ് നിങ്ങൾ നടത്തുന്നത്. അവൻ്റെ പ്രവാചകനുമായി നിങ്ങൾ സമരിച്ചു കൊണ്ടിരിക്കുകയാണ്. അഥവാ നരകവുമായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ സമരത്തിൽ ഏർപ്പെട്ടത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ വീണും എഴുന്നേറ്റും കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ പലിശ എന്ന ലാഭകരമായ കച്ചവടം പോലെ ക്രയവിക്രയം നടത്തി 100% അതിൽ സ്വാധീനിച്ചു പോയ മനുഷ്യന്മാർ അതിൽ നിന്ന് അകന്നു നിന്നു. ഇല്ല, വേണ്ട എന്ന്. അപ്പോൾ എങ്ങനെ തെറ്റിൽ നിന്ന് മാറി നിൽക്കും എന്നതാണ് ആദ്യത്തെ വിഷയം. അത് നമ്മെ സ്വാധീനിക്കണം. അതിന് ഖുർആൻ ശക്തമായ താക്കീത്, ഭയമാണ്. മോനെ, ഇല്ലല്ല, ഈ വൈകുന്നേരം എൻ്റെ അടുക്ക് വരും, അപ്പം കാണാൻക്ക് എന്നൊരു മകനെ വിളിച്ചപ്പോൾ വരാത്തത് കൊണ്ട് ഉമ്മ താക്കീത് ചെയ്താൽ അവനൊരു ചിന്ത. ഇനി വരുമ്പോഴെങ്കിലും ഒരു പേടി, ഉമ്മ എന്തോ കാട്ടോ, പതുങ്ങി ഒളിച്ചൊളിച്ച് നല്ലവനാവാൻ ശ്രമിച്ചുകൊണ്ട് നേരത്തെയുണ്ടായിരുന്ന പൊട്ടിത്തെറിയിൽ നിന്ന് മാറി ഒരു വിനയാന്വിതനായിട്ടല്ലേ ആ കുട്ടി ഉമ്മയുടെ അടുത്തേക്ക് വരുന്നത്. താക്കീതുകൾ നമ്മെ ഫലിക്കുന്നു. അതുകൊണ്ടാണ് വിരോധിക്കപ്പെട്ട മാർഗങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഇതാണ് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഡ്രൈവറെ റെഡ് കളർ വരുമ്പോൾ, ചുവന്ന ലൈറ്റ് വരുമ്പോൾ അവിടെ ചവിട്ടി നിർത്തുന്നത്. ഇല്ലെങ്കിൽ 5000 ഉറുപ്പിക ഫൈൻ, അല്ലെങ്കിൽ 5 മാസം ജയിൽ, അതുമല്ലെങ്കിൽ അവൻ്റെ ലൈസൻസ് ക്യാൻസൽ.
ഈ പേടിയാണ് അവിടെ കൃത്യമായ വരയിൽ നമ്മെ നിർത്തുന്നത്. അതുകൊണ്ട് അള്ളാഹു നമ്മെ ഭയപ്പെടുത്തുന്നുണ്ട്, ശക്തമായ ഭയപ്പെടുത്തൽ. അതാരുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുവോ അയാൾ ആരും അറിയാതെ പാതിരാസമയത്തിൻ്റെ ഇരുട്ടറയിൽ വെച്ചുകൊണ്ട് അയാൾ അള്ളാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നമസ്കരിക്കുകയാണ്. ലക്ഷ്യമുട്ട സൗകര്യമുള്ള ഒരു തെറ്റിലേക്കല്ല പോകുന്നത്. യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖ്നാഹും യൻഫിഖൂൻ. ആരുടെ പ്രേരണയും പ്രശംസയും അംഗീകാരവും ഇല്ലാത്ത സമയത്ത് അയാൾ രാത്രി കൊണ്ടുപോയി അപരനായ ദരിദ്രൻ്റെ പടിക്കാതിക്കൽ വെച്ചു കൊടുക്കുകയാണ്. ഒരു സഹാബി ഒരു കെട്ട് കാരക്ക അയാൾ ദരിദ്രനായ മനുഷ്യൻ്റെ പടിവാതിക്കൽ ആരാണ് വെച്ചത് അറിയില്ല, അറിയുന്നവൻ്റെ രേഖയിൽ വന്നു കഴിഞ്ഞു. ഇത് മാത്രം ലക്ഷ്യമാക്കിയതുകൊണ്ട് അയാൾക്കത് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ പുണ്യത്തിൻ്റെ പ്രേരണം, തിന്മയിൽ അകന്നു നിൽക്കുവാൻ നമ്മുടെ ഉള്ളിൽ തട്ടേണ്ട ഫോഴ്സ് എന്താണ്, ചിന്ത എന്താണ്, പ്രധാന വിഷയമാണ് സഹോദരങ്ങൾ. എന്തിൽ നിന്നെല്ലാം മാറി നിൽക്കണം എന്ന് എണ്ണി പറഞ്ഞത് കൊണ്ട് അതിൻ്റെ പ്രസക്തി ഇല്ല എന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാനത് ഖുർആനിൻ്റെ ഈ ഭാഗവുമായി ബന്ധപ്പെടാൻ വേണ്ടി, ചിന്തിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. നോക്കൂ നിങ്ങൾ, മറ്റൊരു സ്ഥലത്ത് യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ളറ വമാ അമിലത് മിൻ സൂ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ വയുഅദ്ദിറുകുമുല്ലാഹു നഫ്സ വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. ഒരു ദിവസത്തെക്കുറിച്ചുള്ള ശക്തമായ ഭയം നമ്മളെല്ലാവരും വരേണ്ടി വരും, എല്ലാവരും കണ്ടുമുട്ടേണ്ടി വരും. കാന അത്മം മഖ്ലിയ, അള്ളാഹു തീരുമാനിച്ചത് സംഭവമാണത്. മരണത്തെപ്പോലെ നമ്മൾ നിർബന്ധമായും ചെല്ലേണ്ട ഒരു രംഗമാണത്. ആ ദിവസത്തിൽ നരകത്തെ മുമ്പിൽ കാണുമ്പോൾ, ചെയ്ത തെറ്റ് വലതുഭാഗത്ത് കാണുമ്പോൾ, ഇടതുഭാഗത്ത് കാണുമ്പോൾ, കൺമുമ്പിൽ നരകം കാണുമ്പോൾ, അള്ളാഹുവിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, ഒരാളും ഉപകരിക്കാത്ത ദിവസം. ഖുർആൻ ആ പറഞ്ഞ ആയത്തുകളെല്ലാം നിങ്ങളുടെ മനസ്സുമായി ബന്ധപ്പെടുത്തുക ആ ദിവസത്തിൽ. എന്നിട്ട് പറഞ്ഞ ശ്രദ്ധേയമായ വചനം, തവദ്ദു, ആഗ്രഹിക്കുന്നു, കൊതിക്കുന്നു, ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദ, ചെയ്ത തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ, അല്ലെങ്കിൽ ആ ചെയ്ത തെറ്റുകൾ അകന്നു പോകാൻ അവർ ആഗ്രഹിക്കുന്നു. ഏതുപോലെ? കിഴക്കും പടിഞ്ഞാറും എത്ര കണ്ട അകലെയുണ്ട്, അതുപോലെ ഇഷ്ടപ്പെട്ട, ഇന്ന് ഇഷ്ടമായി, കുടി ഇഷ്ടമാണ്, പിടി ഇഷ്ടമാണ്, പണം അവിഹിതമാണെങ്കിലും ഇഷ്ടമാണ്, ഈ പോക്കറ്റിലേക്ക് വരുന്നത് ഇഷ്ടമാണ്, അവീതമായ ബന്ധമാണ്, ഭാര്യ അറിയാത്തത് കൊണ്ട് ഇഷ്ടമാണ്, മക്കളറിയാത്തത് കൊണ്ട് താല്പര്യമാണ്, ആരും അറിയാത്തത് കൊണ്ട് ഇഷ്ടപ്പെടുന്നു. പക്ഷേ അന്ന്, ഇന്നല്ല, ഇന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഈ തെറ്റ്, നിങ്ങൾക്ക് ഹൃദ്യമായി തോന്നുന്ന ഈ തിന്മയുടെ മാർഗം, അന്ന് നിങ്ങൾ കൊതിക്കുകയല്ല, മറിച്ചെന്താ വിചാരിക്കുന്നത്? ഞാനും ആ തെറ്റും കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള അകൽച്ച പോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് വിചാരിക്കുന്ന ഒരു ദിവസമുണ്ട് കേട്ടോ എന്ന് പറയുമ്പോഴാണ് മനുഷ്യൻ എഴുന്നേറ്റോടുകയാണ്. ആ തെറ്റുകൾ എത്ര പ്രിയപ്പെട്ടതായാലും പോലും അത് നമുക്ക് അടുക്കാൻ കഴിയാത്ത തെറ്റായി തോന്നുകയാണ്. ഞാൻ വളരെ ചെറിയൊരു ഉദാഹരണത്തിൽ കൂടി ആ ആയത്തിനെ ഉൾക്കൊള്ളാൻ. എന്താണത്? പോലീസുകാരൻ ഓടിച്ചപ്പോൾ കട്ട 500 രൂപ കയ്യിലുണ്ട്, കാഷ്യറിൽ നിന്ന് എടുത്ത് ഓടിയതായിരുന്നു അത്. പക്ഷേ പോലീസ് പിടിയിലാകുമെന്ന് കണ്ടപ്പോൾ 500 രൂപ ചുരുട്ടിപ്പിടിച്ച് കുത്തനെ ഒഴുകുന്ന ഓവുചാലിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ടും പോലീസ് പിന്നാരായപ്പോൾ ഓടുന്നു എന്ന് കണ്ടപ്പോൾ കടലിലേക്ക് എടുത്തു ചാടി നീന്തമറിയാത്ത, എന്തേ ഇവിടെ സംഭവിച്ചത്? 500 രൂപയുടെ ഇഷ്ടം എവിടെ പോയി? ജീവിക്കണമെന്ന മോഹം മരിച്ചാലും മതി എന്ന് ചിന്തിക്കാൻ കാരണമെന്ത്? അവിടെയാണ് പിടികൂടുമെന്നുള്ള ചിന്ത, ഭയം. ഇതുപോലെ പടച്ചവനെ നാളെ പിടികൂടുമല്ലോ എന്ന ഭയമാണ്
നമ്മെ സൗകര്യമുള്ള 500 റുപ്പികയിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. കഠിനാധ്വാനം ചെയ്താലും ശരി, ആ കാണുന്ന കാരക്ക അത് സദക്കയുടെ മുതലാണ് എന്ന് വിചാരിച്ചുകൊണ്ട് റസൂലുള്ള അത് എടുത്ത് തിന്നില്ല. ആരും തിരിഞ്ഞു നോക്കാത്ത മരുഭൂമിയിൽ കണ്ണെത്താത്ത സ്ഥലങ്ങളിൽ വീണ് കിടക്കുന്ന ഒരു കാരക്ക ആര് ചോദിക്കാൻ, ആര് തിരിച്ചു വരാൻ? പക്ഷേയും റസൂലുള്ളാഹ്ക്കൊരു ഭയം, ഉള്ളിലൊരു പേടി. എന്താണ് ആ പേടി? റസൂലെ, താങ്കൾക്ക് സക്കാത്ത് അനുവദനീയമല്ല എന്ന ആ പരിശുദ്ധമായ ആശയം ആ കാരക്കയിൽ നിന്ന് റസൂലുള്ള മാറി നിൽക്കുന്നു. നോക്കണം നിങ്ങൾ, ഇങ്ങനെ മനുഷ്യനെ പാപത്തിൽ നിന്ന് അകന്നു നിൽക്കുവാൻ അവനെ പ്രേരിപ്പിക്കുന്ന ഘടകം ഖുർആനിൻ്റെ ഈ സന്ദേശമാണ്, ശക്തമായ താക്കീത്. വഹും യസ്തരിഖൂന, ഒരായത്തും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. വഹും യസ്തരിഖൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. അവർ അതിൽ വെച്ച് അട്ടഹസിക്കുകയാണ്. എന്താ അട്ടഹാസം? ഞങ്ങൾ ഇതുവരെ ചെയ്ത പണിയിൽ നിന്ന് പൂർണ്ണമായും ഞങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങി റബ്ബേ, ഇനിമേലിൽ ഞങ്ങൾ ഇത് ചെയ്യുകയില്ല. എന്തുമാത്രം ആത്മാർത്ഥതയോടുകൂടിയാണ് പറയുന്നത്, അട്ടഹാസത്തോടുകൂടി പറയണം. അങ്ങനെ തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പറയുന്നു, കുന്ന നഅമൽ സ്വാലിഹൻ, ഇനി മുതൽ ഞങ്ങൾ സൽപ്രവർത്തനം മാത്രം ചെയ്യാം റബ്ബേ. ഇന്നലകളിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ജീനുക്കളായി മാറി പരിചയപ്പെട്ടു പോയിട്ടുള്ള ആ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാം എന്ന് അവരട്ടഹസിച്ച് പറയുമ്പോൾ അള്ളാഹു പറയുകയാണ്, ഇഖ്സൗ ഫീഹാ വലാ തുകല്ലിമൂൻ, അവിടെ തന്നെ നിൽക്കുക, മിണ്ടരുത്. പറയാനും കേൾക്കാനുമുള്ള ദിവസമല്ല ഇത്, അനുഭവിക്കാനുള്ള ദിവസമാണ് എന്ന ഖുർആനിൻ്റെ താക്കീത് വരുമ്പോൾ പശ്ചാത്തപിക്കുവാൻ, മാറി നിൽക്കുവാൻ, തിന്മയിൽ നിന്ന് അഭിരുചിയും ടേസ്റ്റും ആവി പറക്കുന്ന കള്ളും അഭിരുചിയായി തോന്നിയിരുന്നതിൽ നിന്ന് മാറി നിൽക്കുവാൻ പ്രിയപ്പെട്ട സഹാബാക്കൾക്ക് കഴിഞ്ഞു. ഇസ്ലാം കുറ്റങ്ങളിൽ നിന്ന്, നിഷിദ്ധങ്ങളിൽ നിന്ന് മനുഷ്യനെ മാറ്റിയെടുക്കുന്നത് അതിനുള്ള ഉൾപ്രേരണയാണ്. ഇത് ഖുർആനിൽ നിറഞ്ഞു കിടക്കുകയാണ്. ആ ഭാഗങ്ങളാണ് മനുഷ്യൻ ശ്രദ്ധിക്കുമ്പോൾ അയാൾ ഉദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു എന്ന സഹാബി നബിയോട് ചോദിച്ചതുപോലെ, ഞാൻ എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റാത്തത്, ചെയ്യാൻ പറ്റാത്തത് എൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ടോ എനിക്കറിയണം എന്ന അന്വേഷകരായി നമ്മൾ മാറും. ആ ഒരു അന്വേഷണ ബോധം നമുക്ക് വരുമ്പോൾ മാത്രമല്ലേ നിഷിദ്ധമായ കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, അവിടേക്ക് നമുക്ക് എത്തിച്ചേരേണ്ടതല്ലേ എന്ന ചിന്തയാണ് ഒന്നാമതായി ഈ വിഷയവുമായി ബന്ധപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. 2, നിഷിദ്ധമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ ഷിർക്ക്. എന്തുകൊണ്ട് മഹാപാപമായി ഷിർക്കിനെ കാണാൻ കാരണം? 2 തലത്തിൽ മറുപടിയുണ്ട്. ഒന്ന്, നിങ്ങൾ മനസ്സിലാക്കിയ മുവഹിദുകളാണ് നിങ്ങൾ, അതുകൊണ്ട് 1-ാം തലം ഞാൻ ചർച്ച ചെയ്യുന്നില്ല. 2-ാമത്തെ ഭാഗം എല്ലാ തിന്മയുടെയും താക്കോലാണത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുശ്രിക്കുകളായ ജനങ്ങൾ ചെയ്യാത്ത വല്ല തെറ്റുമുണ്ടായിരുന്നുവോ? ഇല്ല. എല്ലാ തെറ്റുകൾ ചെയ്യുമ്പോഴും ഈ കൂട്ടം ആളുകൾ എന്താണ്? അള്ളാഹുവിൻ്റെ അടുക്കൽ ശുഫആഹും ഇൻദല്ലാഹ്, അവർ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്ന ലാഘവത്വം ഷിർക്കിൻ്റെ സംഭാവനയാണ്. അല്ലാഹു അക്ബർ. അപ്പോൾ 2-ാമത്തെ തലം, എല്ലാ തിന്മകളുടെയും പ്രേരക ഘടകം ആശ്വാസ ചിന്തയാണ് ഷിർക്ക് എന്നത്. മുശ്രിക്കുകൾ പ്രവാചകന്മാരെ കൊന്നിട്ടില്ലേ? ഉണ്ട്. പ്രവാചകന്മാരെ അടിച്ച് മുഖത്തിൽ നിന്ന് രക്തം ഒലിപ്പിച്ചിട്ടില്ലേ? ഉണ്ട്. റസൂലുള്ള ഇങ്ങനെ കാണിച്ചു തന്നു, എൻ്റെ മുൻകാല എൻ്റെ പ്രവാചകന്മാരിൽ ചിലരെ രക്തത്തിൽ കുളിപ്പിച്ചിട്ടുണ്ട്. അത് റസൂലുള്ളാൻ്റെ നെറ്റിയിൽ നിന്ന് രക്തം ഒഴുകി ഇറ്റിറ്റ് വീണില്ലേ? ഉണ്ട്.
എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത്രയും ക്രൂരമായി ഒരു സമൂഹം മുൻകാലത്ത് തിന്മ ചെയ്തിട്ടുണ്ടോ? അതാണ് ശിർക്കിൻ്റെ സംഭാവന. അപ്പോൾ എല്ലാ തിന്മകളിൽ പ്രധാനപ്പെട്ടതായി എണ്ണാൻ കാരണം ശിർക്കുണ്ടോ, എല്ലാ തിന്മയും ഉണ്ടാകും. ഇനി നിങ്ങൾ അതുമായി ബന്ധപ്പെടുന്ന മനുഷ്യരെ ചിന്തിച്ചു നോക്കൂ. കുടിയന്മാരുണ്ടാവും, പിടിയന്മാരുണ്ടാവും. നാട്ടിൽ ഏറ്റവും വലിയ അത്തരം സാമൂഹ്യ ദ്രോഹികളുടെയെല്ലാം കൂട്ടം അവരെ ന്യായീകരിക്കുന്നതും സ്വാധീനിക്കുന്നതും ഇതാണ്. അതുകൊണ്ടാണ് അതിനെ പ്രധാനമായി എണ്ണിയത്. അപ്പോൾ നിഷിദ്ധമായ കാര്യങ്ങൾ വിശ്വാസകരമായതും കർമ്മപരമായതും സ്വഭാവപരമായും നമ്മൾ എണ്ണുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടു നിൽക്കുന്നു. അതിൻ്റെ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ടല്ല നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്, മറ്റത് പ്രധാന ഘടകമായി മാറുന്നു. നോക്കൂ, നിങ്ങൾ ഒരു ഉദാഹരണം മാത്രം. വവൈലുൽ മുശ്രിക്കീൻ അല്ലദീന ലാ യൂതൂന സക്കാ വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ എന്ന ഒരൊറ്റ ഉദാഹരണം മാത്രം ഇതുമായി ബന്ധപ്പെടാം. വവൈലുൽ മുശ്രിക്കീൻ, ശിർക്ക് ചെയ്യുന്നവരുടെ നാശം, അവർക്ക് നാശം. അർത്ഥമറിയാം. ലാ യൂതൂന സക്കാ, ധർമ്മം ചെയ്യാൻ അവർക്ക് കഴിയില്ല. സക്കാത്ത് എന്ന നിർബന്ധമായ ചുമതല നിർവഹിക്കുവാൻ മുശ്രിക്കുകൾക്ക് കഴിയില്ല. സക്കാത്ത് എവിടെയാണ് കുറഞ്ഞു നിൽക്കുന്നത്? സക്കാത്തിൻ്റെ സെല്ലുകൾ പ്രവർത്തനമാവാത്തത് എന്തുകൊണ്ട്? ശിർക്കിൽ നിന്ന് പൂർണ്ണമായി മുക്തമാകുമ്പോൾ ഇനി ഒരു കറ പോലും അവിടെയില്ല. മുമ്പ് അവിടെ ശിർക്കുണ്ടായിരുന്നു എന്ന പോരുന്ന അടയാളം പോലും ഇല്ലാത്ത നിലക്ക് മുവഹിദുകളായി മാറുമ്പോൾ മാത്രമേ എൻ്റെ സക്കാത്ത് ഇതാ നബിയേ, എനിക്ക് അവിടെയുണ്ട് ധനം, എനിക്ക് ഇവിടെയുണ്ട് ധനം, എൻ്റെ സക്കാത്തിൽ നിന്ന് നിർബന്ധമായതും നിങ്ങൾ സ്വീകരിക്കണം പ്രവാചകരെ. ഒളിപ്പിച്ചു വെക്കാൻ കഴിയാത്ത ശുദ്ധീകരണത്തിലേക്ക് വരുന്നത് മുവഹിദാകുമ്പോൾ. മുവഹിദല്ലാത്ത മുശ്രിക്ക് ലാ യൂതൂന സക്കാത്ത്, ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകളുടെ സ്വഭാവമാണ്. സക്കാത്ത് കൊടുക്കാത്തവർ മുശ്രിക്ക് എന്നല്ല പറഞ്ഞത്, ശിർക്ക് ചെയ്യുന്നവരുടെ സ്വഭാവമാണ് സക്കാത്ത് കൊടുക്കാതിരിക്കുന്നത്. 2 വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ, പരലോകത്തിൽ അവർ ഉറപ്പില്ല, നിഷേധികളാണ്. ഭാഗ്യക്കുറിയുടെ ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നൊരു വിചാരമുണ്ട്, കിട്ടുകയാണെങ്കിൽ 1 കോടി ഉറുപ്പിക, പോവുകയാണെങ്കിൽ 10 ഉറുപ്പിക. ഇതുപോലെയാണോ നമ്മളുടെ അമലുകൾ? പരലോക വിശ്വാസമില്ലാത്തവൻ്റെ അമലുകൾ അല്ല സ്വീകരിക്കുകയാണെ സ്വീകരിക്കട്ടെ, അല്ലെങ്കിൽ അത് പോട്ടെ എന്നാണോ മഗ്‌രിബ് സലാം വീട്ടിയപ്പോൾ നമ്മുടെ? അല്ല. വല്ലദീന ഹും മിൻ അദാബി റബ്ബിഹിം മുശ്ഫിഖൂൻ, മുഅ്മിനുകൾ ഇബാദത്ത് ആരാധന ചെയ്ത ഉടനെയുള്ള അവരുടെ ഭയം, പടച്ചോനെ ഇത് തള്ളോ സ്വീകരിക്കോ, ഇഷ്ടപ്പെടുമോ അള്ളാഹുവിന്, അല്ല അള്ളാഹു തആല അനിഷ്ടകരമാണോ, എന്നെ പൂർണ്ണ രൂപത്തിലുള്ള ഇബാദത്താണോ ഇത് എന്ന ഭയം അവർക്കുണ്ടാകും. ഞാൻ അത്രയും സൂചിപ്പിച്ചത് എല്ലാ തിന്മയുടെയും പ്രേരക ഘടകം, സക്കാത്ത് കൊടുക്കാത്ത പരലോക വിശ്വാസം ഉറപ്പാവാത്തതിൻ്റെ ഘടകം അത് ശിർക്കാണ്. അതുകൊണ്ടാണ് ഖുർആൻ എല്ലാ തലങ്ങളിൽ നിന്നും ശിർക്കിനെതിരുള്ള ശക്തമായ സമരം ചെയ്യുന്നത്. നമ്മുടെ ഹൃദയത്തെ സംസ്കരിക്കുകയാണ്. കാട്ടിലേക്ക് കടന്നു കുട്ടികളെ, പക്ഷേ കാടിനാരെങ്കിലും വില പറയാറുണ്ടോ? കാട്ടിൽ വില വിട്ട മരങ്ങളുണ്ടെങ്കിൽ മാത്രമല്ലാതെ. എന്നാൽ നേരെ തിരിച്ചു വരൂ, കൃഷിയിടത്തിലേക്ക് വരൂ. നെല്ലായും വായയായും തെങ്ങായും കഴുങ്ങായും കൃഷിയിടത്തിലേക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് വില കിട്ടാത്തതുണ്ടോ? ഇല്ല. കൃഷി എന്നതാണ് യഥാർത്ഥത്തിൽ സംസ്കരണം. കാട് എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്കരണമില്ലാത്ത, നമ്മുടെ തൗഹീദ് ബന്ധമില്ലാത്ത ശിർക്കുകൾ. അതിന് ഒരു വിലയുമില്ല എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഒന്നാമതായി അകന്നു നിൽക്കേണ്ടത് എന്തിൽ നിന്ന് എന്ന ചോദ്യത്തിന് നമുക്ക് മറുപടി കിട്ടി. എന്തുകൊണ്ട് അങ്ങനെ അകന്നു നിൽക്കണം എന്നതിനും നമുക്ക് ചെറിയ 2 നമ്മൾ നിങ്ങളുടെ മനസ്സിലുള്ളതുപോലെ തന്നെ ഉടനെ നമ്മുടെ നാവിൽ കൂടി വരേണ്ട ബിദ്അത്തുകളാണ്. ഞാനതും നീട്ടിപ്പരത്തി പറയുന്നില്ല. എന്താണ് ബിദ്അത്തുകൾ? നമുക്കറിയാം, അത്
ഒരിക്കലും ഇമാം മാലിക് റഹ്മുല്ല പറഞ്ഞതുപോലെ, ഇമാം ഷാഫി റഹ്മുല്ല പറഞ്ഞതുപോലെ അത് ഒരിക്കലും പശ്ചാത്തപിക്കാൻ നമുക്ക് കഴിയാത്തതാണ്. ബിദ്അത്തുകളിൽ നിന്ന് നമുക്ക് പശ്ചാത്തപിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? അതിന് വമ്പിച്ച പ്രതിഫലമുണ്ട് എന്ന നിലക്കാണ് നമ്മൾ ബിദ്അത്തുകൾ ചെയ്യുന്നത്. അപ്പോൾ മാനസികമായി ഒരു വേദനയും കുറ്റബോധവുമില്ലാത്ത തിന്മയാണ് ബിദ്അത്തുകൾ. നോക്കണം നിങ്ങൾ, ഏത് തിന്മ ചെയ്താലും ഉള്ളിലൊരു മനസ്സാക്ഷി കുത്തുണ്ട്. മനസ്സാക്ഷി കുത്ത് നഷ്ടപ്പെട്ട കുറ്റമാണ് ബിദ്അത്തുകൾ. അതുകൊണ്ട് അതിന് തെളിവുകൾ ന്യായീകരിക്കുന്നു, അത് കൂടിക്കൂടി വരുന്നു, അവ ജീവിതത്തിൽ നിന്ന് എടുത്തെറിയാൻ കഴിയാതെ പോകുന്നു. ഒന്നല്ലെങ്കിൽ മറ്റൊന്നെങ്കിലും നമ്മെ സ്വാധീനിച്ചു പോകുന്നു. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ തിന്മക്കെതിരിൽ ശക്തമായ സമരം നടത്തിക്കൊണ്ട് പറഞ്ഞത്, മൻ അഹദഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. തീർത്തും തള്ളപ്പെടേണ്ടതാണ്. ഒരു നിലക്കുള്ള അംഗീകാരം അതിന് നൽകിയിട്ടില്ല. എന്നിട്ട് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളിതു ലക്കുമുൽ ഇസ്ലാമ ദീന. ദീൻ ഇന്ന് പൂർത്തിയായി. അന്ന് ദീനല്ലാത്തതെല്ലാം ഇന്നും ദീനല്ല, അന്നു ദീനായതെല്ലാം ഇന്നും ദീനാണ് എന്ന നിലക്ക് നിങ്ങൾ അളക്കാൻ ഒരു മാനദണ്ഡം നമ്മുടെ കയ്യിൽ തന്നു. അതിൽ പെടാത്തതെല്ലാം ഫൗറദ്ദുൻ. ആധാരം വായിച്ചാൽ അതിൻ്റെ 4 അതിരുകളും ശരിയായ രീതിയിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയാൽ നമ്മളുടേതല്ലാത്തതെല്ലാം നമുക്ക് എളുപ്പമാണ്. ഇതുപോലെ പരിശുദ്ധ ഖുർആനും തിരുനബിയുടെ ഹദീസുകളും ഉണ്ടെങ്കിൽ എല്ലാ ബിദ്അത്തുകൾ, ഒഴിവാക്കേണ്ട ബിദ്അത്തുകൾ നമുക്ക് വ്യക്തമായി തീരും. ഇനി അതിൻ്റെ രണ്ടാമത്തൊരു ആശയം, ലോകത്ത് ബിദ്അത്തുണ്ടാക്കുന്നതിൽ അഥവാ മതമല്ലാത്തതിനെ മതമാക്കുന്നതിൽ മത്സരിച്ച വിഭാഗമാണ് ക്രൈസ്തവർ. അവർ തന്നെയാണ് ഇന്നും ലോകത്ത് മുമ്പിലുള്ളത്. അതിനെയാണ് ചാണിന് ചാണാഴി മുഴത്തിന് മുഴമായി ഇഞ്ചിക്കിഞ്ചായി നമ്മൾ അനുധാവനം ചെയ്യുന്നത് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീത് ചെയ്തിട്ടുണ്ട്. ഞാൻ അതും വിശദീകരിക്കുന്നില്ല. പക്ഷേ റഹ്ബാനിയത്ത്, മതത്തിൽ നിയമങ്ങൾ അല്ലെങ്കിൽ ആരാധനാ കർമ്മങ്ങൾ, ചടങ്ങുകൾ ഉണ്ടാക്കുക എന്നത് പോപ്പുമാരുടെ, അതുപോലെ തന്നെ അച്ഛന്മാരുടെ, അതേപ്രകാരം പൗരോഹിത്യത്തിൻ്റെ വകയാണ്. ഇന്നും പൗരോഹിത്യത്തിൻ്റെ കയ്യിലാണ് മതമുണ്ടാക്കുന്ന നിയമങ്ങൾ മുസ്ലിങ്ങളും ഏൽപ്പിച്ചത്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ആ പൗരോഹിത്യം ഇസ്ലാമിലില്ല, അപ്പോൾ ബിദ്അത്തുകളും ഇസ്ലാമിൽ ഉണ്ടാവുകയില്ല. അതിന് റഹ്ബാനിയത്തിന് ഇബ്തദഊഹ, അതവരുണ്ടാക്കിയതാണ്. മാ കതബ്നാഹ അലൈഹിം, നാം അവർക്ക് അങ്ങനെ ഒരു നിയമം വെച്ചു കൊണ്ടിട്ടില്ല. പണ്ഡിതന്മാർക്ക് നിയമം ഉണ്ടാക്കുകയും ഓരോ നാട്ടിൽ ചെന്നാൽ ബിദ്അത്തുകളുടെ രൂപങ്ങൾ, ശൈലികൾ, ഭാവങ്ങൾ വ്യത്യസ്തമാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് പൗരോഹിത്യമാണ് എക്കാലത്തും മതത്തിൽ പുതുതായി ഉണ്ടാക്കിയത്. അതിനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം നൽകുന്നില്ല. എന്നാൽ ആ സ്വാതന്ത്ര്യം ക്രിസ്ത്യാനികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതുപോലെ മുസ്ലിങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. അവരാണ് എല്ലാവിധ ബിദ്അത്തുകളെയും നിർമ്മിച്ചുണ്ടാക്കുന്നതും അതിനെ ന്യായീകരിക്കുന്നതും. ഞാൻ അതിനെക്കുറിച്ച് ഒരൊറ്റ ഹദീസ് മാത്രം പറഞ്ഞുകൊണ്ട്, ഒരു പരിശുദ്ധ വചനം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഫല്യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. ഒരു കാര്യം മനസ്സിലാക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിശ്ചയിച്ചു തന്ന മതപരിധികൾ ലംഘിക്കുന്ന ആളുകൾ, അവർ കാത്തുകൊള്ളട്ടെ അൻ തുസീബഹും ഫിത്ന, ഭിന്നിപ്പിൻ്റെയും ആയുധം, അതുപോലെ തന്നെ ആയുധം ഉയർത്തുന്നതിൻ്റെയും അകൽച്ചയുടെയും എല്ലാം കാരണം അല്ലാഹു തആല ഫിത്ന, നാശവും പരീക്ഷണവും ഇറക്കാനുള്ള കാരണം പ്രവാചകൻ്റെ ചര്യയ്ക്ക് വിരുദ്ധമാവുന്നു എന്നതാണ്. നമുക്കൊരു മാനസിക ഐക്യമുണ്ടാക്കാൻ കഴിയില്ല. വിതുമ്പുന്നു, വേദനിക്കുന്നു, മുസ്ലിങ്ങളെ നിങ്ങൾ ഒന്നാവണമെന്ന്.
എങ്ങനെ നമുക്ക് ഒന്നാമതായി ഷിയാക്കളും നമ്മളും എങ്ങനെ യോജിക്കാൻ കഴിയും? ഷിർക്ക് പരമായ ബിദ്അത്ത് വരും. വിശ്വാസത്തിൽ 90% ഷിർക്കും ബിദ്അത്തും നിറഞ്ഞ ഒരു സമൂഹത്തെ അതുകൊണ്ട് അകന്നുകൊണ്ടേയിരിക്കുന്നു. പുതിയ ബിദ്അത്തുകൾ വരുമ്പോൾ, പ്രവാചക സുന്നത്തിൽ നിന്ന് അകലുമ്പോൾ മനസ്സുകൾ അകലുന്നു. പ്രവാചകൻ്റെ ചര്യയിലേക്ക് വരുമ്പോൾ മനസ്സുകൾ ഒന്നിക്കാൻ കഴിയും. അത് ഖുർആൻ നമുക്ക് താക്കീത് ചെയ്യുന്നു. ഔ യുസീബഹും അദാബുൻ അലീം, കടുത്ത അള്ളാഹുവിൻ്റെ ശിക്ഷ വരും. എവിടെയെല്ലാം മുസ്ലിങ്ങൾ പ്രവാചക സുന്നത്തിൽ നിന്ന് അകന്നു വരുന്നുവോ ശത്രുക്കളാൽ ആക്രമിക്കപ്പെടുന്നു. സ്വന്തം മുസ്ലിങ്ങൾ ആയുധമെടുക്കേണ്ടി വരുന്നു. ജീവിതത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുന്നു. അള്ളാഹുവിൻ്റെ നിരന്തരമായ പരീക്ഷണക്കുള്ള കാരണമാണ് ഇത്തരം തിന്മകൾ. അതുകൊണ്ട് കണ്ണാടി നിങ്ങളുടെ മുമ്പിലുണ്ട്. മുഖത്തിൽപ്പെടാത്തത്, ശരീരത്തിൽപ്പെടാത്തത് നിങ്ങൾക്ക് എടുത്തു മാറ്റാൻ എളുപ്പമാണ്. ഖുർആനും സുന്നത്തുമാകുന്ന അടിസ്ഥാന മൗലിക രേഖകൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. അതിൽ നിന്ന് എത്ര പെട്ടെന്ന് അതല്ലാത്തത് എടുത്തു മാറ്റാം എന്ന് നമ്മെ ബോധ്യപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം, ഇതുപോലെ തന്നെ ധാരാളമായ ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകളും അതുപോലെ തന്നെ ഖുർആൻ്റെ വചനങ്ങളുണ്ട്. ഞാനതിൽ വെക്കില്ല. ഒന്ന്, ഷിർക്കിനെ കുറിച്ച് പറഞ്ഞു. 2 ബിദ്അത്ത്. 3, ഇത്തിബാഉൽ ഹവ, ഇച്ഛയെ പിന്തുടരുക എന്നതാണ്. പരിശുദ്ധ ഖുർആൻ നമുക്ക് താക്കീത് ചെയ്തു. എന്ത്? അമ്മാമൻ ഖാഫ മഖാമ റബ്ബി വനഹൻ നഫ്സ അനിൽ ഹവ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. നിങ്ങൾ ധാരാളമായി കേട്ട ഒരു പരിശുദ്ധ വചനം. ഇവിടെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കഷ്ണം, നമ്മുടെ ഇച്ഛയിൽ നിന്ന്, അത് നമ്മുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ, അത് അള്ളാഹുവിൻ്റെ നിയമത്തെ മറികടക്കുന്നത് പോലും പ്രയാസമല്ലാത്ത രീതിയിലായിത്തീരുമ്പോൾ, മധുരം, അത് നമുക്ക് രോഗമുണ്ട്. അതുപോലെ നമ്മളൊരു ഷുഗർ രോഗിയാണ്. പക്ഷേ ഭക്ഷണത്തോടുള്ള ആർത്തി കൊണ്ട് ഷുഗറിനെ നമ്മൾ മറന്നു പോകാറുണ്ട്. തൽക്കാലമെങ്കിലും അതിനെ നമ്മൾ അതിജയിക്കാറുണ്ട്. ഇതുപോലെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തെ അതിജയിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടത്തിന് പ്രാധാന്യം നൽകുക, ഇതിനാണ് ഇത് ഒരാൾ നിയന്ത്രിച്ചാൽ അയാൾക്ക് അല്ലാഹു തആല പറഞ്ഞു ഫൈനൽ ജന്നത ഹിയൽ മഅവ, സ്വർഗമാണ്. സ്വർഗത്തിലെത്തിച്ചേരാൻ ആ ഇച്ഛയെ നിയന്ത്രിക്കാൻ അയാളെ പ്രേരിപ്പിക്കുന്ന ഘടകം ആദ്യം നമ്മൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുക. രണ്ടാമത്തേത്, ഇച്ഛയെ നിയന്ത്രിച്ചാൽ സ്വർഗമാണ് എന്ന് പറഞ്ഞു. സ്വർഗം കിട്ടാൻ വേണ്ടി വലിയ കാര്യങ്ങളൊന്നുമല്ല ഖുർആൻ ഇവിടെ ഉദ്ധരിച്ചത്. പക്ഷേ അത് പ്രയാസമാണ്. സ്വന്തം ഇച്ഛകൾ, താല്പര്യങ്ങൾ, അത്തരം താല്പര്യങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയുക, അതാണ് വനഹൻ നഫ്സ എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ആഗ്രഹം കൂടി വരുമ്പോഴാണല്ലോ എല്ലാവിധ തെറ്റുകളും, അതാണ് ഫഅമ്മാമൻ ഖാഫ വനഹൻ നഫ്സാനിൽ. അതുപോലെ തന്നെ ഫഅമ്മാമൻ തഗ, അതിക്രമം ചെയ്യുക. എല്ലാവിധ അതിക്രമത്തിനും അവനെ പ്രേരിപ്പിക്കുന്നത് സ്വന്തം ഇഷ്ടമാണ്, താല്പര്യമാണ്. എന്നിട്ട് നോക്കൂ നിങ്ങൾ, വലാ തഖ്ഫ് മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസ്വറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല എന്ന ഒരു വചനം എന്തിനാണ്? നമ്മുടെ ഇച്ഛക്കനുസരിച്ചുകൊണ്ട് എടുത്തു ചാടാനല്ല. ദൃക്സാക്ഷിയായി ഒന്നുകിൽ നീ അതിനെ കൃത്യമായി കേൾക്കണം, അപ്പം കേട്ടറിവ് വേണം, പോരാ. വൽ ബസറ, ദൃക്സാക്ഷിയായി കാണണം. വൽ ഫുആദ, നിന്റെ മാനസികമായി അതിനെ ചിന്തിക്കണം. ഇത്തരം കൃത്യമായ അറിവ് കിട്ടി അതിൻ്റെ ശേഷമേ ഒരു കാര്യത്തിലേക്ക് നീങ്ങാവൂ എന്നത് നമ്മളുടെ എടുത്തുചാട്ടം, ഇച്ഛയ്ക്ക് കീഴ്വഴങ്ങുക എന്നതിൽ നിന്ന് നമ്മെ തടുത്തു നിർത്താൻ വേണ്ടി ഖുർആൻ നമ്മെ നിയന്ത്രിക്കുന്ന ഭാഗമാണത്. അതുപോലെ തന്നെ ശക്തമായ താക്കീത് ചെയ്യുന്നുണ്ട്. റഅയ്ത മനിത്തഖദ ഇലാഹു അഫഅൻത തകൂന അലൈഹി വക്കീല. സ്വന്തം ഇച്ഛയെ ദൈവത്തിൻ്റെ കൽപ്പന പോലെ അല്ലെങ്കിൽ
സ്വന്തം ഇഷ്ടപ്രകാരം ദൈവമുണ്ടാക്കി അതിനെ ആരാധിക്കുന്ന സ്വഭാവം, രണ്ടർത്ഥവും അതിനുണ്ട്. ആ നിലക്കുള്ള ആളുകളെ കണ്ടില്ലേ? ഇവിടെ നമ്മുടെ ചിന്തക്ക് വിധേയമാവേണ്ട ഭാഗം അഫ അൻത തകൂനു അലൈഹി വക്കീല, പ്രവാചകരെ അവരെ ഉത്തരവാദിത്വം താങ്കൾ എടുക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ, അവരെ കാര്യം നോക്കാൻ പ്രവാചകന് പോലും സാധ്യമല്ലെന്ന് പറഞ്ഞാൽ, അവരെ ഉത്ബോധിപ്പിച്ചാൽ പോലും അതുകൊണ്ട് ഫലമില്ല. പ്രവാചകൻ അത്തരം ആളുകളെ നന്നാക്കാൻ സാധ്യമല്ല. കാരണം അവർ അവരുടെ ഇച്ഛയെ, അവരുടെ ആഗ്രഹത്തിൻ്റെ അടിമകളാണ്. അതിൽ നിന്ന് അവർ മോചിച്ച് അള്ളാഹുവിൻ്റെ അടിമകളായി തീരാൻ അവർക്ക് സാധിച്ചാൽ മാത്രമേ പ്രവാചകരെ താങ്കളുടെ ഉപദേശം അവർക്ക് ഫലവത്തായി തീരുകയുള്ളൂ. അപ്പോൾ നമ്മൾ പരിശുദ്ധമായ വചനങ്ങൾ പോലും മനസ്സിൽ തട്ടാൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, പടച്ചവൻ്റെ കാര്യങ്ങൾ, നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ, അതിനോടുള്ള താല്പര്യത്തെക്കാൾ കൂടുതൽ സ്വന്തം ഇച്ഛകളാണ്, സ്വന്തം ഇഷ്ടങ്ങളാണ് നമ്മെ അതിജയിച്ചത് എന്നത്. അതുകൊണ്ട് ഇത്തിബാഉൽ ഹവ, നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് കീഴടങ്ങിപ്പോകുന്ന അവസ്ഥകളെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് ഉള്ള മൂന്നാമത്തൊരു ഭാഗം. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഹദീസ്, ഉജ്ബത്തിന്നാർ ബിശ്ശഹവാത്ത്, നിങ്ങൾ നിങ്ങളുടെ താല്പര്യമനുസരിച്ച് ജീവിച്ചാൽ, ഇഷ്ടം പോലെ ജീവിച്ചാൽ അത് നരകത്തിലേക്കുള്ള വഴിയാണ്. എന്നാൽ വഹുജിബത്തിൽ ജന്നത്തു ബിൽ മക്കാരി, പെട്ടെന്ന് നോക്കിയാൽ പ്രയാസമായി തോന്നുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും ശരി, മതനിയമങ്ങളെല്ലാം പെട്ടെന്നൊരു പ്രയാസം, അങ്ങനെ പ്രയാസമായി തോന്നുന്ന, ആദ്യം അത് വെറുക്കപ്പെടുന്ന ഒരു കാര്യമായി തോന്നുന്നതെല്ലാം സ്വർഗത്തിൻ്റെ വഴികളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. മറ്റൊന്ന് സ്വാർത്ഥതയാണ്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എല്ലാം ആഴത്തിലുള്ള തെളിവിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന മറ്റൊരു രംഗമാണ് നമുക്ക് നാം വലിയവരായി തോന്നുക എന്ന സ്വാർത്ഥത. അത് ധനം കൊണ്ടുള്ള ഉപകാരമാണെങ്കിലും മറ്റു നിലക്കുള്ള ഭൗതികമായ മറ്റേതെങ്കിലും ഉപകാരമാണെങ്കിലും അത് നമ്മൾക്ക് കിട്ടണം എന്ന താല്പര്യം, അതിന് സ്വാർത്ഥതയുടെ മോഹം അല്ലെങ്കിൽ സ്വാർത്ഥത എന്ന് നമ്മൾ പറഞ്ഞു പോകുന്നു. ബസ്സിൽ കയറുമ്പോൾ അത് നമുക്ക് കിട്ടണം, നമ്മെപ്പോലെയുള്ളവർ നമ്മേക്കാൾ തളർന്നവരാണെന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്, കുട്ടിനെയുമായി എടുത്തു നിൽക്കുന്ന ഉമ്മയും കാണുന്നുണ്ട്. എന്നാൽ പോലും നമ്മൾ അതിൻ്റെ അവകാശികൾ എന്ന നിലക്കുള്ള ഒരു സ്വാർത്ഥ ചിന്താഗതി, അതൊരു സത്യവിശ്വാസവുമായി ബന്ധപ്പെടാൻ പാടില്ല. എന്നാൽ പരനന്മ ബോധമാണ് ഇസ്ലാം വളർത്തിയെടുക്കുന്നത്. ധാരാളക്കണക്കിന് സംഭവങ്ങളും അതുപോലെ തന്നെ ആയത്തുകളും. ഒന്ന് മാത്രം, വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, അങ്ങേയറ്റത്തെ ആഗ്രഹം, വലൗ കാന ബിഹിം ഖസാസ. ആയത്തിൻ്റെ അർത്ഥം ഏറെക്കുറെ നിങ്ങൾ മനസ്സിലാണ്. വയുത്ഇമുന തഅമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വാസിറ, അതിനോടുള്ള അങ്ങേയറ്റത്തെ തൃപ്തിയോടുകൂടി, ഭക്ഷണത്തോടുള്ള തൃപ്തി, ആഗ്രഹം, വിശപ്പ്, അപ്പോഴാണല്ലോ ആഗ്രഹം, ആ ആഗ്രഹത്തോടു കൂടി തന്നെ അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആളുകൾ എന്ന് ഖുർആൻ വിശേഷിപ്പിക്കുന്നു. ആ നിസ്വാർത്ഥ അവസ്ഥയിലേക്ക് നമ്മൾ ഉയരുകയാണ്. കല്യാണം കഴിച്ച് 3-ാമത്തെ ദിവസം കൊടൈക്കനാലിലേക്ക്, ഊട്ടിയിലേക്ക് പോകാൻ വേണ്ടി ഒരു ഭാര്യയും ഭർത്താവും കൂടി തീരുമാനിച്ചു. മാരുതി വണ്ടി പെട്രോൾ നിറച്ച് അങ്ങനെ അവർ ഓടാൻ ശ്രമിക്കുമ്പോഴാണ് ബേബി ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ വെച്ച് ഒരാളെ കണ്ടു. ഒരു പഴയകാല സുഹൃത്ത് ഓടി വന്നു. ഭാര്യ ലേബർ റൂമിലാണ്, ബ്ലഡ് കയറ്റണമെന്ന് പറഞ്ഞു. ഒരു പൈസയും എൻ്റെ കയ്യിലില്ല, പെട്ടെന്നായതുകൊണ്ട് ഇവിടെയാണ് എത്തിയത്, ഞാൻ സൗകര്യം നോക്കി വന്നതല്ല, പക്ഷേ നിർബന്ധിതനായതുകൊണ്ട് ഇവിടെ എത്തിപ്പെട്ടതാണ് എന്നൊരാൾ പറഞ്ഞു. എങ്കിൽ ഈ യാത്ര പോകുന്ന, അങ്ങേയറ്റത്തെ നേരത്തെ പറഞ്ഞ താല്പര്യപൂർവം പോകുന്ന ഈ യാത്ര മുടങ്ങാൻ സാധ്യതയുണ്ട്. എന്നാൽ ഞാൻ തൽക്കാലം വളരെ ധൃതിയുണ്ട്, പെട്ടെന്ന് പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞ മറുപടി വളരെ ശരിയുമാണ്. അങ്ങനെയുള്ള ഒരവസ്ഥയും അവൻ്റെ മുമ്പിലുണ്ട്. എങ്കിൽ അവിടെ
ഭാര്യയോട് സംസാരിച്ച് നമ്മളുടെ പോക്ക് പിന്നരാകാം, നമ്മൾ കൊടൈക്കനാലും ഊട്ടിയും ചുറ്റിയതിനേക്കാൾ മാനസികമായ സംതൃപ്തിയുള്ള ഒരു രംഗം ഇവിടെയുണ്ട് എന്ന് കരുതി വെച്ച പണത്തിൻ്റെ നല്ലൊരു ഭാഗം അയാൾക്ക് കൊടുക്കുകയും യാത്ര മുടങ്ങുകയും നിർത്തിവെക്കുകയും ചെയ്യുവാനുള്ള പ്രേരണ, അതാണ് ഈമാൻ. അവിടെയാണ് വിളക്കു കെടുത്തിക്കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വെച്ച അബൂത്തല്ലയുടെയും ഉമ്മുസ്ലൈമിൻ്റെയും സംഭവം. വിളക്ക് കെടുത്തി അപരനായ പരിചയമില്ലാത്ത പ്രവാചകൻ്റെ പള്ളിയിൽ നിന്ന് വന്ന ആ അതിഥി മുഴുവനും കഴിക്കാൻ വേണ്ടിയാണ് വിളക്ക് ഊതിയത്. അയാൾ തിന്നു, അയാൾ വേറെ നിറച്ചു എന്ന് ഉറപ്പ് വരുത്തുകയാണ്, അതിൽ ആഹ്ലാദം കണ്ടെത്തുകയാണ്, അതിൽ സംതൃപ്തനാവുകയാണ്. ഇനിയും അത്തരം അതിഥികളെ കിട്ടാൻ ആഗ്രഹിക്കുന്ന പരുവത്തിലേക്ക് ഈമാൻ വളരുന്നു, വിശ്വാസം വളരുന്നു. ഈ സമൂഹത്തെ സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തേക്ക് സംഭാവന ചെയ്യുന്നു ഇസ്ലാം. ആ നിസ്വാർത്ഥതയാണ് വയുസിറൂന അലാ അൻഫുസിഹിം, സ്വന്തത്തെക്കാൾ അവർ മറ്റുള്ളവരെ തിരഞ്ഞെടുക്കുന്നു. ഭക്ഷണം ആർത്തിയോട് വയുത്തിഇമൂൻ, എന്നിട്ട് അവർ ആർത്തിയോടുകൂടെ കഴിക്കാൻ കൈ നീട്ടുമ്പോൾ അവർ യുത്തിഇമൂന തഅമല മിസ്കീൻ, അസീർ, ജയിലിൽ നിന്ന് ഓടി വരുന്ന അടിമയായ എന്നൊക്കെ ഖുർആൻ പറഞ്ഞു. ഈ ഒരു അവസ്ഥ നമുക്കുള്ളതെല്ലാം മാറ്റിവെച്ചതിൻ്റെ ശേഷമല്ല എന്നാണ്. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചു, രാജ്യത്തിന് സംഭാവന നൽകി ഇസ്ലാം. അങ്ങനെയുള്ള ഒരു നിസ്വാർത്ഥ സേവകന്മാരാവാൻ മഹാനായ ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും രാത്രിയിൽ ചെന്നില്ലേ, ഒരു അടുക്കള പണിയെടുത്തില്ലേ? കഥ നിങ്ങൾക്കറിയാം. എന്നിട്ട് അലീസയുണ്ടാക്കി ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു, അവർ തിന്നു, ആ ഉമ്മയും തിന്നു. എന്നതിൻ്റെ ശേഷം ഉമർ കരയുകയാണ്. എന്തിനാണ് ഉമർ കരയുന്നത്? അള്ളാഹുവേ, ഇത്തരം പുണ്യം ചെയ്യുവാൻ ഉമറിന് സൗകര്യം നൽകിയ അള്ളാഹുവിന് സ്തുതി. ഒരു സേവനമാണ്. കണ്ടില്ല എന്ന് പറയാം, നമുക്ക് കേട്ടില്ല എന്ന് പറയാം. നമ്മളുടെ മതിലുകളും ഗേറ്റുകളും ഗംഭീരമാണ്, പക്ഷേ മനസ്സുകൾ ആ ഗേറ്റുകളെ നിരപ്പാക്കാൻ, അതുപോലെ തന്നെ മതിലുകളെ നിരപ്പാക്കാൻ മാത്രം പര്യാപ്തമായ ഈമാനുണ്ടെങ്കിൽ എത്രയും ഉയർത്തിക്കെട്ടാം, അതിൻ്റെ മുകളിൽ കുപ്പിച്ചില്ല് നിരത്താം, വിരോധമില്ല. പക്ഷെ മനസ്സിനെയാണ് നമ്മളെ നിരപ്പാക്കേണ്ടത് എന്ന് നമ്മൾ ഓർക്കണം. ഇതുപോലെയുള്ള സംഭവബഹുലമായ പ്രവാചക അതുപോലെ സഹബാക്കളുടെ ജീവിതത്തിൻ്റെ ഉദാഹരണങ്ങൾ ചിന്തിക്കുവാൻ ഞാൻ നിങ്ങൾക്ക് വിടും. മറ്റൊന്ന്, നമ്മുടെ അദ എന്ന് പറയാം, ഉപദ്രവമെന്നും പീഡനമെന്നുമാണ് നമുക്കതിനർത്ഥം കൊടുക്കാം. പീഡിപ്പിച്ചു എന്ന് പറയുന്ന കാലഘട്ടമാണിത്. മകൻ പോലും മാതാവിനെ പീഡിപ്പിച്ചു, വേദനിപ്പിക്കുന്ന ഈ സംഭവങ്ങൾ പരിശുദ്ധ ഖുർആൻ ഒരു നിലക്കുള്ള, ഇത് മാനസികമാണെങ്കിലും ശാരീരികമാണെങ്കിലും അഭിമാനം എന്ന് പറയുന്നതാണെങ്കിലും ശരി, സാമ്പത്തികമാണെങ്കിലും, നിങ്ങളുടെ കൈകൾ, നിങ്ങളുടെ നാവുകൾ മറ്റൊരാളെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടാവരുത്. ലളിതമായ ശൈലിയിൽ നമ്മൾ ആ ഹദീസ് 1000 വട്ടം കേട്ടു കാണും. അൽ മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂൻ മിൻ ലിസാനി വയദിഹി. മറ്റൊന്ന്, ലാ തുബ്തിലു സ്വദഖാതികും ബിൽ മന്നി വല്ലദ. നിങ്ങളുടെ ആനുകൂല്യങ്ങളും നിങ്ങളുടെ സഹായങ്ങളും നിങ്ങളുടെ സക്കാത്തും സദക്കയും ഒക്കെ വാങ്ങി കഴിക്കുന്നവനാണ്. അവനാണെങ്കിൽ പോലും നിങ്ങളുടെ വാക്കുകൊണ്ട് അവനെ വേദനിപ്പിക്കരുത്. കൊടുക്കുന്നു, അനുഭവിക്കുന്നു, സത്യമാണ്. പക്ഷേ കൊടുക്കുന്നവനെ പോലെയുള്ള അഭിമാനം ഇസ്ലാം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ നിങ്ങളുടെ ഒരു വേദനയും അയാൾ അനുഭവിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ അനുഭവിച്ചാൽ, അങ്ങനെ ഒരു സംഭവമുണ്ടായാൽ നിങ്ങളുടെ സദക്ക ധർമ്മം തകർന്നുപോയി. ലാ തുബ്തിലു, നിങ്ങളതിനെ ബാത്തിലാക്കരുത്. ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടല്ല ഇസ്ലാമിനുള്ളത്. അള്ളാഹുവിൻ്റെ ദീനിന് ഭൗതിക പ്രത്യയശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടല്ല, മറിച്ച് അതൊരു സാംസ്കാരികമാണ്. എന്ന് മാത്രമല്ല, പരലോകമാണ് അതിൻ്റെ പിന്നിൽ. അതുകൊണ്ട് ആരും അറിയാതെ നിങ്ങൾ കൊടുത്താൽ, വലത് കൈ കൊടുത്താൽ ഇടത് കൈ അറിയാത്ത രീതിയിലാക്കിയാൽ അർശിൻ്റെ തണൽ, അവൻ ഉത്തമൻ എന്ന് പ്രവാചകൻ അംഗീകാരം ഉണ്ട്.
ഒരു മർദ്ദനമുണ്ടാവരുത്. ഒരു സ്ത്രീ അവൾ ആർത്തവകാരിയാണ്. ആർത്തവകാരിയായ സ്ത്രീയെ സ്വന്തം ആവശ്യത്തിന് സ്വന്തം ഭാര്യയാണെങ്കിൽ പോലും അവളെ സമീപിക്കരുത്. ഒരു മാനസിക പീഡനമുണ്ട് അവിടെ. അവളുടെ ശരീരം സജ്ജമല്ല, അവളുടെ മനസ്സും സജ്ജമല്ല. ഭർത്താവിൻ്റെ നിർബന്ധമായി അവളെ വിധേയമാക്കുകയാണെങ്കിൽ അതൊരു പീഡനമാണ്. അതുകൊണ്ട് മ്ലേച്ഛം നിങ്ങൾ അങ്ങോട്ട് അടുക്കരുത്. അവരെ മാനസികമായി തകർക്കരുത്, അവരെ ശാരീരികമായി പീഡിപ്പിക്കരുത് എന്ന നിലക്ക് ഖുർആൻ പറഞ്ഞു. യസ് അലൂനകാനിൽ മഹീൽ ഖുൽ ഹുവ അദാ, അത് മ്ലേച്ഛമാണ്, നിങ്ങൾ അടുക്കരുത് എന്ന് പറഞ്ഞു. മറ്റൊരു സ്ഥലത്ത് അഭിമാനത്തിൻ്റെ കാര്യമാണ്. വല്ലദീന യൂദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ബിഗൈരി മക്തസബു ഫഖദ് ഇഹ്തമല ബുഹ്താനം വഇസ്മൻ കബീറ. നമ്മൾ ആരോപണ പ്രത്യാരോപണമാണ് ഇന്ന് കാലഘട്ടത്തിൽ. എതിരാളികളെ തകർക്കാൻ വേണ്ടി, നിഷിദ്ധമാക്കാൻ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് മതസംഘടനകൾ പോലും. വേദനയോടുകൂടിയാണ് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങളെ കാണുന്നത്. ഒരു കാലഘട്ടത്തിലും അതൊരു ശൈലിയായി സ്വീകരിക്കാൻ പാടില്ല. മറിച്ച് ഖുർആൻ പറഞ്ഞു, മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളായ സ്ത്രീകളെ എല്ലാവർക്കും അഭിമാനം നൽകിക്കൊണ്ട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും വേദനിപ്പിക്കരുത് എന്ന് പറഞ്ഞു. ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ നീണ്ട ചർച്ചയ്ക്ക് വിധേയമാക്കുന്നു. ഞാനത് നിർത്തുകയാണ്. നാലാമത്തേത് ഇസ്രാഫ്, അമിതവ്യയമാണ്. ധൂർത്ത് അതിൻ്റെ കാലഘട്ടമാണിത്. വിവാഹം എല്ലാ മര്യാദകളും വിട്ടുകടന്നു. നമ്മളുടെ ചെറുപ്പക്കാർ, നമ്മുടെ മക്കൾ തന്നെയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ എന്തെല്ലാം പുതിയ ശൈലികളാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ധൂർത്തിനെക്കുറിച്ച് നമ്മൾ അറിയണം. പണം പറ്റാത്ത സ്ഥലത്ത് പണം വെക്കുക എന്ന നിർവചനം നമുക്കതിന് നൽകാം. ആവശ്യമില്ലാത്തയിടത്ത് ആവശ്യമായി കാണുക എന്ന് നമുക്കതിന് നിർവചനം നൽകാം. അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടാത്തത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമുക്കെന്തുകൊണ്ട് ഒരു മുസ്ലിമായ, മുഅ്മിനായ, പ്രഥമ ദൃഷ്ട്യാ മുസ്ലിം മുഅ്മിൻ എന്ന് നമ്മെപ്പറ്റി പറയാൻ പറ്റുന്ന നമ്മളിൽ നിന്ന്, നമ്മുടെ വീട്ടിലെ അനാചാരത്തിൽ നിന്ന്, ധൂർത്തിൽ നിന്ന് എന്തുകൊണ്ട് നമുക്ക് അകന്നു നിൽക്കാൻ കഴിയുന്നില്ല? അവിടെയാണ് നമ്മളുടെ പരലോക വിശ്വാസം യഖീനായി നമ്മെ സ്വാധീനിക്കുന്നില്ല. ذَلِكَ الْكِتَابُ لَا رَيْبَ فِيهِ هُدًى لِّلْمُتَّقِينَ الَّذِينَ يُؤْمِنُونَ بِالْغَيْبِ وَيُقِيمُونَ الصَّلَاةَ وَيُؤْتُونَ الزَّكَاةَ. എന്നിട്ട് പറഞ്ഞു വഹും ബിൽആഖിറതി യൂഖിനൂൻ. നിർബന്ധമായ ശക്തമായ ദൃഢവിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ഉള്ളിൽ തറക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ദൃഢവിശ്വാസികളായി മാറണം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എന്താണ് ദൃഢവിശ്വാസത്തിൻ്റെ ഒരു ഉദാഹരണം? അത് മഹാനായ ഉമ്മുദ്ദർദാ റളിയല്ലാഹു അൻഹ, അബുദ്ദർദാ എന്ന സഹാബിയും ഭാര്യയും ഭർത്താവും 600 മരങ്ങൾ ഈത്തപ്പന ഉണ്ട്. അതിൻ്റെ കാരക്കൾ പറിച്ചെടുത്ത് അതിൽ നിന്ന് തെരുവുകൾ നടത്തി അത് ഭംഗിയായി കൂട്ടിയിട്ടപ്പോഴാണ് സൂറത്ത് ബക്കറയിലെ ആയത്തിറങ്ങുന്നത്. നിങ്ങൾ മൻദല്ലദീ യുക്രിദുള്ള, അള്ളാഹുവിനാര കടം കൊടുക്കുന്നത്. അർത്ഥം നിങ്ങൾക്കറിയാം. ധനം ധർമ്മം ചെയ്യണമെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. റസൂലുള്ളാഹിൻ്റെ കൈപിടിച്ചുകൊണ്ട് അബൂദർദാ ചോദിച്ചു, ഇത് അള്ളാഹുവിന് ധർമ്മം ചെയ്യുവാൻ വേണ്ടി, കടം കൊടുക്കാൻ വേണ്ടിയാണോ ഈ പറഞ്ഞത്? അതെ റസൂലെ, ഞാൻ ആ കാണുന്ന ഈത്തപ്പന മുഴുവനും പടച്ചവന് ധർമ്മം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ ബോധം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, കീശയിലുള്ള നമ്മുടെ പണത്തേക്കാൾ ഉപരിയായി നമുക്ക് ഉതകുന്നു പടച്ചവൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് എന്ന ദൃഢബോധം. അതാണ് പരലോക വിശ്വാസം. അങ്ങനെയുള്ള ഒരു ദൃഢത നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ധൂർത്തിനെപ്പറ്റി ചിന്തിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ മിണ്ടാതിരിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ വീടുകളെല്ലാം, നമ്മുടെ ആഘോഷങ്ങളെല്ലാം, പ്രത്യേകിച്ച് വിവാഹങ്ങളെല്ലാം ഈ രംഗത്തായിത്തീരുന്നു. ഒരു നീക്കുപോക്കും നമുക്ക് നടത്താൻ കഴിയും. നിസ്സഹരായി മയ്യത്തായി പിതാവ് കിടക്കുന്നത് പോലെയല്ലേ ഇത്തരം രംഗങ്ങളിൽ നമ്മളുള്ളത്? നമ്മുടെ നിസ്സഹായാവസ്ഥ പ്രകടിപ്പിക്കുകയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈമാൻ, പരലോക വിശ്വാസം ദൃഢമായി കാണണം. ഈ കാണുന്ന സൂര്യനേക്കാൾ പരമസത്യമാണ്
പരലോകം, നരകം എന്ന ബോധം. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അള്ളാഹു പ്രപഞ്ച സംവിധാനം. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ സുഹൃത്തുക്കളെ, അള്ളാഹു ശക്തമായ ഭയം നൽകുന്നുണ്ട്. നമ്മൾ ഈ പേടി കൊണ്ട് മാത്രമേ തിന്മയിൽ നമുക്ക് അകന്നു നിൽക്കാൻ കഴിയുകയുള്ളൂ. ആ പേടി നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കേണ്ടതുണ്ട്. അള്ളാഹ് എന്ന് പറയുമ്പോൾ പരലോകത്തെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള പേടി, അതാണ് വൈദാ ദുഃഖിറല്ലാ ഉജിരത്ത് കുലൂബും വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തു സാദത്തും ഈമാന. അത്തരം ഒരു പേടി, അതിൻ്റെ ഒരു സാമ്പിളാണ്. നോക്കൂ നിങ്ങൾ, അക്രമങ്ങൾ, കയ്യേറ്റങ്ങൾ, അവിടെ ബോംബെറിഞ്ഞു, ഇവിടെ വെടിവെച്ചു, അവിടെ 4 ആൾ മരിച്ചു, 50 ആൾ അത്യാസന്ന നിലയിൽ കിടക്കുന്നു. എന്തിനാണ് ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു പേടി തോന്നുന്നില്ലേ? ഈ പേടി കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുന്നത്, ഇത് കേവലം ഒരു ട്രെയിനിങ് പീരീഡാണ്. പരലോകത്തെ ഭയം നിങ്ങൾ ഇതിനേക്കാൾ ശക്തമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, പേടിച്ചിട്ട് മകനെ പോലും നോക്കാതെ, മകൻ ബാപ്പയും ഉമ്മയും നോക്കാതെ, എൻ്റെ ഗർഭാശയം നിനക്ക് കിടക്കാനുള്ള പാത്രമായിരുന്നില്ല മോനെ എന്ന് ചോദിച്ചപ്പോൾ, അല്ല ഉമ്മ, അതിനേക്കാൾ വലുതാണ് എനിക്ക് ചിന്തിക്കാനുള്ളത് എന്ന് മറുപടി പറയുന്ന രംഗം, ആ പേടിയെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ്. മകനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി കഷ്ണിക്കുമ്പോൾ നെന്നച്ചടിച്ചുകൊണ്ട് ഉമ്മ വാവിട്ട് കരയേണ്ടി വരുന്ന രംഗം ഇന്ന് കാണിച്ചു തരുന്നു. ഇതിൻ്റെ 100 ഇരട്ടി വരാൻ പോകുന്ന ഭയത്തെക്കുറിച്ചുള്ള താക്കീത് ഖുർആനിൽ, പ്രപഞ്ചത്തിൽ ചുറ്റുപാടിൽ നടക്കുന്ന അനുഭവങ്ങൾ സ്വന്തം മനസ്സിലിട്ടുകൊണ്ട് അല്ലാഹു തആല നമ്മെ തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ പടച്ചവൻ പറഞ്ഞ പരമസത്യം ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ഇതാണ് നമ്മെ തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. ഇത് വെച്ചുകൊണ്ട് എമ്പാടും പരദൂഷണം, വിദ്വേഷം, ഇങ്ങനെ തുടങ്ങിയ ഒട്ടനവധി നിരോധിക്കപ്പെട്ട മേഖലകളെ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ പ്രായോഗിക തലത്ത് അതിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കാൻ നമുക്ക് കഴിയുന്നത് കൊണ്ടാണെന്ന് മനസ്സിലാക്കാം. അല്ലാഹു തആല നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് അകന്നുകൊണ്ട് നിർബന്ധമായ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളിൽ സജീവമായിക്കൊണ്ട് വന്നുപോയ പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ചുകൊണ്ട് സമ്പൂർണ്ണ ഈമാനോടുകൂടി റബ്ബിനെ കണ്ടുമുട്ടുവാനുള്ള തൗഫീക്ക് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയും മക്കളെയും ചേർത്ത് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വൽഹംദുലില്ലാഹി.